അത് ഞങ്ങള് മദീന ചിക്കൻ അന്വേഷിച്ച് നടന്നു മതിയായി. അത് കൊള്ളാം. ലച്ചുവിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഹിബു ഓൾറെഡി ഇവിടെ ആരംഭിക്കുകയായി. അങ്ങനെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ലച്ചുവിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ, ലച്ചു ഒരു ക്ലാസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട് മ്യൂറൽ പെയിന്റിങ്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഗ്രാൻഡ് പേപ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചിട്ടാണ് അപ്പൊ അതേ കറുകപ്പള്ളിയാണ് കേട്ടാ, നമ്മൾ അങ്ങോട്ട് പോവാണ്. തിരക്കില്ലല്ലോ. അത് സത്യം. അടിപൊളിട്ടാ. നമ്മൾ ഗ്രാൻഡ് ഹൈപ്പറിൽ എത്തിയിട്ടുണ്ട്. നല്ല ചിക്കൻ്റെ മണം. ഇതിനകത്ത് അപ്പതേ നമ്മുടെ ഗ്രാൻഡ് ഹൈപ്പറിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പൊ വിചാരിച്ചു ഇവിടെ നിന്ന് ആദ്യം ഒരു ബർഗറോ ചിക്കനോ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ ഒരു മദീന ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ ഉണ്ട്. അതായത് വളരെ എക്സ്പെൻസീവ് അല്ല അല്ലേ സേതുട്ടാ? വില കുറഞ്ഞ ബ്രോസ്റ്റഡ് ചിക്കൻ. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ അവിടെ പോയിട്ട് തന്നെ ഒരു വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ച്. അവിടെ ചിലപ്പോ ഭയങ്കര പാട്ടായിരിക്കുന്ന സേതുട്ടൻ പറയണത്. അപ്പൊ നമ്മള് അവിടെ നിന്നുള്ള ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തിട്ട് വോയിസ് ഓവർ ആയിരിക്കും. അവിടെ ചെന്നാൽ പാട്ടായിരിക്കും എന്ന് വെച്ചാൽ ഷോപ്പിൽ പാട്ട് ഇട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ചിലപ്പോ വീഡിയോ എടുക്കുമ്പോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരില്ല. അപ്പൊ നമ്മള് വോയിസ് ഓവർ ആയിരിക്കും ചെയ്യണത്. അങ്ങോട്ടാണ് പോകാൻ പോണത്. ഉണ്ടാവും ഗ്യാസിന്റെ ഇഷ്യൂ കാരണം. പോയി നോക്കാം. അപ്പൊ ഗ്രാൻഡ് ഹൈപ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ്. കറുകപ്പള്ളി തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ് വന്നിട്ട്. കുറച്ച് ലൈറ്റ് കുറയ്ക്കാം. കണ്ട ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ഇത് ശരിക്കും ഇവിടെ കാണാനുണ്ട്. അല്ലെങ്കിൽ ഫുള്ള് ഇങ്ങനെ നോമ്പ് തുറ പലഹാരങ്ങളൊക്കെ ഇരിക്കൂലോ. ഇവിടേക്ക് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അവിടെ ഒന്നും ഇല്ല. എല്ലാരും പോയി. പെരുന്നാളൊക്കെ കഴിഞ്ഞതിന്റെ ശൂന്യത ശരിക്കും ഇവിടെ കാണപ്പെടണം. പക്ഷെ കാണാം പലതും പറഞ്ഞു. അപ്പൊ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു ആഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഭയങ്കര ഇതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാരാണ്. സൈഡിലൊക്കെ മൊത്തം ആൾക്കാരായിരുന്നു. ഇനിയിപ്പൊ അതൊന്നുമില്ല. ഇനി അടുത്തല്ല ഞാൻ. അപ്പൊ എല്ലാരും പെരുന്നാളൊക്കെ അടിച്ചു കൊടുക്കുന്നു വിചാരിക്കുന്നത്. മദീന ചിക്കൻ ഭയങ്കര വില കുറവുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ എന്നാണ് കേട്ടാ പറയണത്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. ശരിക്കും ഗ്രാൻഡ് ഹൈപ്പറിൽ നിന്ന് കഴിക്കാന്ന് ഓർത്തു. പിന്നെ നമ്മള് വീഡിയോ എടുക്കാൻ ഒന്നും ഇല്ല. അടിപൊളി ബർഗറാണ് കേട്ടോ ഗ്രാൻഡ് ഹൈപ്പറിലെ. പിന്നെ അവിടെ കുറെ ഓഫർ ഉണ്ട്. ചർച്ച് അങ്ങനെ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് മദീന ചിക്കൻ അടച്ചിട്ടേക്കണ. ലൈറ്റ് പോലും ഇല്ലതേ. കണ്ട ഞാൻ അപ്പളേ ചേട്ടനോട് പറഞ്ഞതാ കടച്ചേക്കുന്ന. കണ്ട ലൈറ്റ് പോലും ഇല്ല. കാണിച്ചു തരാനായിട്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. അവിടെ ഇല്ല. എവിടെ ഷവർമ കഴിക്കാൻ? അറിയില്ല, നോക്കട്ടെ. ഞാൻ അടുത്ത പ്ലാൻ ചിന്തിച്ചോണ്ടിരിക്കുക. നമുക്കിനി എവിടെയെങ്കിലും കേറുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. ആകെ ടയർഡ് വയ്യാണ്ടായില്ലേ? അത് ഞങ്ങള് മദീന ചിക്കൻ അന്വേഷിച്ച് നടന്നു മതിയായി. അത് കൊള്ളാം. ഞങ്ങളിപ്പോ ഇവിടെ കറുകപ്പള്ളി അല്ലെ, ഇത് ഞങ്ങൾ എപ്പോഴും പോകുമ്പോ കയറണമെന്ന് വിചാരിക്കും. ഇവിടെ ബർഗർ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗ്യാസിന്റെ ഇഷ്യൂ ആയിരിക്കും. മന്തിയും ഷവർമയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഹാഫ് മന്തിയോ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് മന്തി ഒരു ക്വാർട്ടർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ചെയ്തത്. അപ്പൊ
ഇന്ന് നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മള് വീട്ടിൽ പോകും. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. നമ്മൾ വീഡിയോ എടുത്തോട്ടെ, പാട്ട് ഓഫ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചപ്പോ അവര് ഓക്കെ പറഞ്ഞു. എല്ലാ സ്ഥലവും ഫില്ലാണ്. അപ്പൊ നോക്കാം നമുക്ക് എടുത്ത മന്തി എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മള് കുബാബയിൽ നിന്നും മൾറിയിൽ നിന്നും ഒക്കെയാണ് കഴിച്ചേക്കുന്നത് അല്ലേ ശരിക്കൊക്കെ. അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. മൈക്കോണല്ലേ? ഓണാണ്. ലച്ച് ഭയങ്കര ടയേർഡാണ്. എക്സാം എല്ലാം കഴിഞ്ഞ് ലച്ച് ചില്ലിരിക്കണേണ് അല്ല ലച്ച്. നിനക്ക് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ മന്തി മേടിച്ചു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തിയാണ് ഈ മന്തി. എന്താണ് അറിയാതെ വന്നത് ഇപ്പൊ തനിക്ക് മേടിക്കാൻ കൊണ്ടുവന്നതാ. 2 സ്ഥലത്ത് ഒരു ലാസ്റ്റ് ഈ കടയിൽ കിട്ടിയുള്ളൂ. ഞങ്ങൾ എന്തായാലും ലച്ചുവിനെ ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങള് നേരത്തെ സേതുവിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചിയാങ്ങി പോവാന്ന്. അത് ഞങ്ങള് ഇന്ന് സ്വസ്ഥമായിട്ട് അല്ലെ സേതുവേട്ട ഇന്ന് ഫ്രീ ആവുമ്പോ. പിന്നെ നാളെ സേതുവേട്ടന്റെ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പൊ അതിന് പോണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കൊച്ചിന് 2 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് ഒബ്രോൺ മാളിൽ പോണം. കുറെ പ്ലാൻ ഉണ്ട് നാളെ. വർക്കൗട്ട് ആവുമെന്ന് മാത്രം അറിയില്ല. അപ്പൊ ഇനി മന്തി വരട്ടെ, അത് കഴിഞ്ഞിട്ടാ കുടിക്കാൻ എന്തെല്ലാം വേണം. അയ്യോ ഞാൻ ഗ്ലൂഗണിന്റെ സ്റ്റിക്ക് വാങ്ങാൻ മറന്നു. ഇനി അത് പിന്നെ വാങ്ങാം. അലങ്കാരിന്ന് ഗ്ലൂഗണിന്റെ സ്റ്റിക്ക് അതൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എവിടെ പോകുമ്പോൾ ഒരു ലിസ്റ്റ് എഴുതി വെക്കണോ. കുഴപ്പമില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോ B1000 ഗ്ലൂ മതി. ലച്ചുവിന്റെ ഫ്രണ്ട്സിനൊക്കെ പരാതിയില്ലേ, വീഡിയോ കാണുമ്പോ ലച്ചുവിനെ കാണുന്നില്ല എന്നാണ് അവരെ മെയിൻ പരാതി. അമ്മിക്ക അങ്ങനെ കുറച്ച് പരാതികളുണ്ട്. അപ്പൊ ലച്ചു നമ്മളെ ഇടയ്ക്കൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അത് മതി അത് മതി അത് മതി. കണ്ട ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും ഇല്ല. ഗ്യാസ് ഇതാണ് ഈ ഷോപ്പിന്റെ പേര്. നമ്മൾ എപ്പോഴും ഇവിടെ വരാം. ഇടയ്ക്ക് സഫ ബേക്കറിയിൽ വരാറുണ്ട്. ഇവിടെ കുഞ്ഞ് ഷവർമയും കാര്യങ്ങളൊക്കെ. ഭയങ്കര ബിസിയാ. ഷവർമ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക ഇവിടെ. ഷവർമയും കുഴിമന്തിയും മാത്രമേ ഇപ്പൊ അവൈലബിൾ ഉള്ളൂ കേട്ടോ. ഹലോ ഹലോ ഒരു ഫുള്ള് പറഞ്ഞു. അതെന്തിനാ? ബൈ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഒരു ക്വാർട്ടർ വെട്ടുമായിട്ട് പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പൊ ഒരു ഫുള്ള് ഇതും അപ്പൊ അവർക്കും കഴിക്കാം. നന്നായി. ഇവിടെ AC ഒന്നും ഇല്ലെങ്കിലും ചൂടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സുഖമായിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കാം. ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇങ്ങനെ അടച്ചിട്ടേക്കണല്ല. അതാണ് അതിന് ചൂട് കയറാത്തത്. എയർ പാസിംഗ് ഉണ്ടല്ലോ. മറ്റത് ഇങ്ങനെ അടച്ചിടുമ്പോ നമുക്ക് AC കൂടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ലച്ചുവിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ഇവിടെ ആരംഭിക്കുകയായി. പെട്ടെന്ന് തീരുവടി വെക്കേഷൻ രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പോലെ കണ്ണടച്ച് തീർക്കുമ്പോഴേക്കും പൈസ വേണമെന്നില്ല. ഓ സ്പൈസി അപ്പ ചെയ്തിടാൻ പറയാൻ പറ്റുള്ളൂ. അത് സത്യം. എവിടെയെങ്കിലേ അച്ഛൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ അവരോട് ചോദ്യങ്ങളായിരിക്കുന്നത്. അതാണ് അച്ഛൻ അല്ലേ. ബിരിയാണി ഓർഡർ ചെയ്താൽ ചോദിക്കും എന്തരിയാണ്, എങ്ങനെയാണ്, സ്പൈസി എങ്ങനെയാണ്, മുട്ടയുണ്ടോ, ചിക്കൻ ഉണ്ടോ, എത്ര ചിക്കൻ ഉണ്ട്, ഫുള്ളറിയണം അല്ലേ. പിന്നെ ടെൻഷന്. അല്ല ഇത് വേറെ കളർ തന്നെയില്ലല്ലോ. ശരി. ഇതാണ് ലച്ചുവിന്റെ വെക്കേഷൻ. പരീക്ഷ കഴിഞ്ഞാൽ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അലങ്കാരിന്ന് വാങ്ങിയതാ. നല്ല ക്യൂട്ടല്ലേ. പിന്നെ പാന്റ് എങ്ങനെ നിക്കണത് ഉണ്ടാവില്ല. എനിക്കും ഇതാ ഇഷ്ടപ്പെട്ടത്. രാത്രി നമുക്ക് ഇങ്ങനെ വെക്കാം. അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈറ്റിന്റെ എല്ലാം വാങ്ങും. പക്ഷെ അത് ഉപയോഗിക്കൂല. ആ ട്യൂലിപ്പ് ലാമ്പ് വേണോന്നുണ്ട്. അത് ഓണാക്കാൻ സമ്മതിക്കണില്ല. അത് വേറെ പാന്റുകളല്ലേ അടിക്കുമ്പോ മാറണത്. അത് മറ്റേ ഇവിടെ ഉണ്ടായിരുന്നത് ഡൈക്കർ മാർട്ടിൽ ഉണ്ടായിരുന്നല്ലോ. ഇതിന് എത്രയാണ്? അവിടെ എത്ര ഉണ്ടായിരുന്നു? ഓ നോ, ഒരു കുഴപ്പമില്ല. ഇല്ല ഇല്ല ഇല്ല.
വേണമെങ്കിൽ പാട്ട് ഇട്ടോളാം വേണ്ട. നമ്മളെവിടെ ചെന്നാലും പാട്ടിടാൻ സമ്മതിക്കില്ല. കാരണം കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ ആണ്. എന്തായാലും ഗ്യാസ് ഇല്ലാത്ത എന്തോരം പേരാ കഷ്ടപ്പെടുന്നത്. അദ്ദേഹം മദീന ചിക്കൻ രണ്ട് സ്ഥലത്തൊക്കെ പോയി നോക്കിയില്ല നമ്മള്. അതിന്റെ തന്നെയാണോന്ന് അറിയത്തില്ല. എനിക്കറിയില്ല. ഇപ്പൊ ഗ്യാസ് ആകെ ഒരു ഇതായിട്ട് കിടക്കുകയാണ്. പണ്ട് ലാവിഷ് ആയിരുന്നു. ലാവിഷ് എന്താ പറയാ, പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, മന്തി വരാറായിട്ടുണ്ട്, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് എന്താ ഇപ്പൊ ചെറിയൊരു വിശപ്പിന്റെ വിളിയൊക്കെ വരുന്നുണ്ട്. നേരത്തെ എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെയ്താണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ട്. ഇപ്പൊ ചെയ്ത വിശപ്പ്. ഞാനിത് സർബത്ത് കഴിച്ച്. എവിടെ പോയി? പച്ചാളം. ഏത് സർബത്ത്? പ്ലെയിൻ സർബത്ത്. ചെയ്തത് അത് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞു വെച്ച നേരത്തെ വീഡിയോയിൽ. ഇപ്പൊ ഇടക്കിടക്ക് ഞങ്ങളെ കൂട്ടാതെ പോയി കഴിക്കുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു കേട്ടാ. അല്ല, അല്ലെങ്കിൽ എപ്പോ നല്ല കാപ്പിയോടും. ഞാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഓവനിൽ കേറി ഒരു ഇത് കഴിക്കാന്ന് വിചാരിച്ചാണ്. പിന്നെ അവിടെ കേറിയില്ല. അതിന് കഴിച്ചോ? പിന്നെ വണ്ടി തിരിക്കാൻ ബുദ്ധിമുട്ട്. പച്ചാളത്ത് എനിക്കന്ന് അങ്ങനെ അത്ര ഇവിടെ തോന്നിയില്ല. പച്ചാളത്ത് ചെയ്തറിന് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തറിന് തോന്നിയില്ലായിരുന്നു. ഇപ്പൊ ഇടക്കിടക്ക് പോയി കുടിക്കണം. അതെന്താ ആ പോണ വഴിക്ക് അവിടെ കാണുമ്പോഴത്തേക്ക് ഇതെന്താ ഇത്രയൊക്കെ ഹാഫാക്കി എടുക്കുവായിരുന്നല്ല. അപ്പൊ ഇനി വേറെ ചിക്കനും പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു ഹാഫാണ് അല്ലേ? ഇതൊരു ഹാഫ്. ഇത് ക്വാർട്ടർ. ഇനി ഒരു ക്വാർട്ടർ വേറെ ഇത് ലെഗ് പീസ് ഒക്കെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സ്മോക്കി ടേസ്റ്റ്. മൂന്നെടുത്താ. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്ലേറ്റ് ഒരു ലൈറ്റ് ഫുഡ് കഴിക്കാൻ വരും. എന്താലേ ഒരു ലൈറ്റ് ഫുഡ് കഴിക്കാൻ വന്നാ നാളെ ഇനി ബിരിയാണി കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട്. റൈസ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ടുണ്ട്. കഴിക്കട്ടെ? കഴിച്ചോ? നമ്മള് പാഴ്സലും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഒരു മന്തിയാ പറഞ്ഞത്. ഒരു മന്തിയിലെ കൊറേ ലെവലുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് എന്താ മന്തി കൊള്ളാം. ഇഷ്ടപ്പെട്ട ആ ചിക്കൻ അടിപൊളിയായിരുന്നു. ഭയങ്കര സ്മോക്കി ഫ്ലേവറും. നോക്കിയേ, എടുക്ക്. മോന് ഇഷ്ടമുള്ളത് എടുക്ക്. ഇത് ലെഗ് പീസ് ഉണ്ട് ഇവിടെ. വേണോ? നീ ഇതെടുക്ക്. കിട്ടൂല വലിക്കാൻ. മോൻ കഴിച്ചിട്ട് അമ്മ പകുതി എടുത്തോളാം. ആ എനിക്ക് ചെയ്താണ് ഇത് എടുക്കുന്ന. ഞാനിത് എടുത്താലാ? ചെയ്തണ്ട ചിക്കൻ അത് ഞാനിരുന്നോണ്ട് എടുത്ത്. ഇത് ഇതാണ് ലെഗിന്റെ സ്ഥലം. കണ്ടാ? ആദ്യം കണ്ട എല്ലാം എടുത്തു. അടിപൊളിയാണ് കേട്ടാ. പക്ഷെ ഞങ്ങൾ ഇത്രയും കഴിച്ച് തീരുമോന്ന് സംശയമാണ്. ഇനി ഇന്നും നാളെയൊക്കെ റിലാക്സ് ആയി എണീക്കാം. ഇത്രയും ദിവസം പരീക്ഷയുടെ കാര്യമൊക്കെ ഭയങ്കര രാവിലെ എണീക്കുമായിരുന്നു. അപ്പൊ ഇനി അതൊന്നുമില്ല. ഇനി സ്വസ്ഥം. നല്ല ഫ്രഷ് ആണല്ലേ സാലഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ
റൈസിനേക്കാളും കൂടുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചിക്കനാണ് അല്ലേ? നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എന്താ ചേട്ടാ ഇപ്പൊ ഇരിക്കോ നമ്മള്? ചിക്കൻ വേണമെങ്കിൽ ഒരു പിടി പിടിക്കാം. പക്ഷെ ഞാൻ ആലോചിക്കുന്നു ഈ കോമ്പറ്റീഷൻ നടത്തുന്നവരെങ്ങനെ തിന്ന് തീർക്കണം അല്ലേ? നമ്മളിപ്പോ എപ്പോഴും അങ്ങനെയാണല്ലേ. നമുക്കൊന്നും പറ്റണില്ല. നമ്മള് ഈ വീഡിയോ കാണുമ്പോഴേ, ചലഞ്ച് വീഡിയോ കാണുമ്പോ ഇവരെന്ത് ഇത്ര പതുക്കെ തിന്നണം അല്ലേ, സ്പീഡിൽ തിന്നാൻ പാടില്ലേ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ ഇറങ്ങിയാണ് കേട്ടാ. കുറച്ച് മതിയാക്കി, കാരണം ഞങ്ങളുടെ വയറ് ഫില്ലായി. അച്ഛൻ വരാതെ നമ്മളെങ്ങനെ പോവും? ബീഫ് ഷവർമ ഉണ്ടാവും. അച്ഛൻ്റെ മൈക്ക് എടുക്കാം. നമുക്കൊരു 3 ഐറ്റംസ് വരുന്നുണ്ട്. നോർമൽ, പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ പെരി പെരി ചീസ് ബോൾ എന്നൊരു ഐറ്റം ഉണ്ട്. പെരി പെരി ഉണ്ട്. മെക്സിക്കാനെ ഗ്രാൻഡ് മോനെ ഇവിടെ ഇരുന്നോ? അച്ഛൻ വരണുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി നിസാർ ബൈരാഗി വരാം. അപ്പൊ അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചുകൊണ്ട് പോർഷൻ ഇത്തിരി കൂടുതലായിട്ട് തോന്നി. അടിപൊളിയായിരുന്നു. അത്രേ ഉള്ളൂ. ഇത് വീട്ടിലേക്ക് പോവാണ്.